നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എടാ, നിന്റെ രാഷ്ട്രീയ ഭാവി തൊലഞ്ഞു. അഴിക്കുള്ളിൽ തന്നെ കിടക്കും നീ. നിനക്ക് മൂന്നാം പരാതിയിൽ ജാമ്യം കിട്ടിയിട്ടില്ല. പേടിക്കടാ, കരയടാ, തല കുനിച്ചെങ്കിലും ഒന്ന് നിൽക്കടാ നീ. അന്വേഷണ സംഘത്തെയും മാധ്യമങ്ങളെയും വെറി പിടിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആറ്റിറ്റ്യൂഡ്. മൂന്നാം പരാതിയിൽ കോടതിയിൽ വാദം നടക്കുമ്പോഴും ജാമ്യം കിട്ടുമെന്ന വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാൽ കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. രാഹുലിന് ജാമ്യമില്ല എന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലെ ജഡ്ജി അരുന്ധതി ദിലീപ് വിധിക്കുന്നു. കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളും CPM കൂട്ടരും ആവേശം, ആഘോഷം. എന്നാൽ വിധി കേട്ട് പുറത്തേക്ക് വന്ന മാങ്കൂട്ടത്തെ കണ്ടതും ആഘോഷ കമ്മിറ്റിക്കാരുടെ മുഖം മങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൽ തല കുനിക്കുന്നില്ല, കരയുന്നില്ല, ലവലേശം വിഷമം മുഖത്തില്ല. കൂടി നിന്നവരെ വെറി പിടിപ്പിക്കുന്നു ആ ചിരി. ഇതും കൂടി കണ്ടതോടെ മാധ്യമപ്പടയുടെയും CPM കൂട്ടരുടെയും സകല നിയന്ത്രണവും തെറ്റി. പിന്നെ തെറിവിളി, കൂക്കിവിളി. ഈ ചിരി അധികകാലം നിന്റെ മുഖത്ത് കാണില്ലടാ, നിന്നെ തീർക്കുമെടാ തുടങ്ങി കലിപ്പ്. സത്യത്തിൽ ഇവൻ ഇതെന്തോന്ന് ജന്മമെന്ന് തലയിൽ കൈവച്ച് പൂങ്കുഴലിയും കൂട്ടരും ചോദിക്കുകയാണ്. അറസ്റ്റ് ചെയ്തപ്പോൾ മുതൽ പോലീസിന്റെ സമനില തെറ്റിക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ ചിരിയാണ്. ചോദ്യം ചെയ്യലിലും കോടതിയിൽ കൊണ്ടുപോകുമ്പോഴും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ചിരിക്കുന്നു. എന്തുകൊണ്ടിവൻ പേടിക്കുന്നില്ല? ഒരു ഇഞ്ച് പോലും മെരുങ്ങുന്നില്ല. കടിച്ചാൽ കടിച്ചിടത്ത് പറ്റിപ്പിടിച്ചു നിൽക്കുന്ന നീറുപോലെ നിൽക്കുന്നു. ഭരണകൂടത്തെയും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ് കാണാൻ ആഗ്രഹിക്കുന്ന സകലരുടെയും കൺട്രോൾ തെറ്റിക്കുകയാണ് ഇയാളുടെ ഈ ചിരി. പെണ്ണുകേസിൽ പെട്ടുപോയ നേതാക്കളൊക്കെ കരഞ്ഞു മെഴുകുന്നത് എത്രയോ തവണ കേരളം കണ്ടിരിക്കുന്നു. മുൻപ് രാജ്മോഹൻ ഉണ്ണിത്താൻ കാറിനകത്ത് നിന്ന് അടിയും കൊടുത്ത് പിടിക്കപ്പെടുമ്പോൾ തലയിൽ കയ്യും വെച്ചിരിക്കുന്ന ചിത്രം, കുനിഞ്ഞിരിക്കുന്ന ചിത്രം, ആ ചിത്രം കേരളത്തിന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഐസ്ക്രീം പാർലർ കേസിൽ പെട്ടുപോയപ്പോൾ ലീഗെന്ന വലിയ ശക്തി ഒപ്പമുണ്ടായിരുന്നിട്ടും കുഞ്ഞാലിക്കുട്ടി നാണം കെട്ട് തല താഴ്ത്തിയത് കേരളം കണ്ടതാണ്. P. ശശിയും PK ശശിയും ഒക്കെ പെണ്ണുകേസിൽ പെട്ടപ്പോൾ മാധ്യമങ്ങളെ പേടിച്ചോടുന്നത് നമ്മൾ കണ്ടതാണ്. മന്ത്രി ഗണേശൻ ഓടിയതും നമ്മൾ കണ്ടു. ഗണേശൻ കാരണം ബാലകൃഷ്ണപിള്ള തലയിൽ മുണ്ടിട്ടത് കേരളം കണ്ടു. അങ്ങനെ എത്ര ചരിത്രങ്ങൾ. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ സോളാർ കേസിൽ UDFിലെ പല വമ്പന്മാരും തല കുനിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പേടിയോ നാണക്കേടോ ഒന്നും കാണിക്കുന്നില്ല. സത്യത്തിൽ ഇവൻ ഇതെന്തോന്ന് ജന്മമാണെന്ന് ചോദിക്കാതെ നിവർത്തിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതി വളപ്പിന് പുറത്തേക്ക് ഇറക്കുമ്പോൾ എന്ത് ചിരിയാടാ നാണം കെട്ടവനെ എന്ന് കൂടി നിന്നവർ ചോദിക്കുന്നുണ്ട്. തല താഴ്ത്തടാ നീ എന്ന് പലരും പറയുന്നുണ്ട്. ഇങ്ങനെ നിന്ന് തൊലിക്കാതടാ എന്ന് വരെ പറയുന്നവരുണ്ടായിരുന്നു. ഇത് നിന്റെ അഭിനയമാണ്, നാണം കെട്ട് പണ്ടാരമടങ്ങി നിന്നിട്ടും ഈ ചിരി കൂസലില്ല എന്ന് കാണിക്കാനുള്ള നിന്റെ അടവ് മാത്രമാണ്. ഉള്ളിൽ നീ എല്ലാം നഷ്ടപ്പെട്ട് കരയുകയാണെന്ന് അറിയാമെന്നും CPMകാർ കൂക്കി വിളിക്കുന്നുണ്ടായിരുന്നു. ഒരു വേള മാധ്യമ കൂട്ടരും രാഹുലിനെ നിയന്ത്രണം വിട്ടൊന്ന് കാണാൻ കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു തരിമ്പും രാഹുൽ കൂസുന്നില്ല. അമ്മയെയും പെങ്ങളെയും വരെ നാണം കെടുത്തിയവനെന്ന് വൈകാരികമായി രാഹുലിനെ വീഴ്ത്താൻ നോക്കിയിട്ടും ഏശുന്നില്ല. ശരിക്കും ഇയാൾ എന്താണ് പേടിക്കാത്തത് എന്ന ചോദ്യം ശക്തമാകുന്നുണ്ട്. പിണറായിയെ വിറപ്പിച്ച് എടോ വിജയ എന്ന് വിളിച്ചവൻ ഒരു ഓറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയാളുടെ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തല കുനിച്ചാൽ പിന്നെ ഒരു കാലത്തും തനിക്ക് തലപൊക്കാൻ കഴിയില്ല. തനിക്ക് വേണ്ടി പോരാടുന്ന സൈബർ ഗ്രൂപ്പിന് തലപൊക്കാൻ കഴിയില്ല. ആ ബോധ്യമുള്ളത് അതുകൊണ്ട് അയാൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭരണകൂടം രാഹുലിനെ വേട്ടയാടുന്നുവെന്ന പൊതുബോധം അത് പരമാവധി തനിക്ക് അനുകൂലമാക്കാനുള്ള കളിയാണ് രാഹുൽ കളിക്കുന്നത്. അതായത് കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് പോലും അയാൾ തനിക്ക് അനുകൂലമായി കേരളത്തിലെ ജനങ്ങളെ എത്തിക്കാനുള്ള ഒരു കളി പയറ്റുന്നുണ്ട്. ഇത്രയൊക്കെ വേട്ടയാടിയിട്ടും അവൻ പിണറായിക്ക് മുന്നിൽ തല കുനിക്കുന്നില്ല എന്നുള്ള ഹീറോ പരിവേഷം ഉണ്ടാക്കിയെടുക്കുകയാണ്. സ്വന്തം പാർട്ടിക്കാരൻ കൈവിട്ടെടുത്ത് രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ ജനപിന്തുണ വേണം. ആ ജനപിന്തുണ പരമാവധി കിട്ടുന്നതിന് ഈ വേട്ടയാടൽ രാഹുൽ ആയുധമാക്കുന്നു. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ പോരാടുന്നവന്റെ ചിത്രം ഉണ്ടാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത്. ശരിക്കും അയാൾക്ക് ഒരു കുറുക്കന്റെ ബുദ്ധിയാണ്. ഒരു ക്രിമിനൽ ബുദ്ധി ഇല്ലാത്തവന് ഇത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ശരിക്കും ഇത് രാഹുലിന്റെ അടവ് തന്നെയാണ്. എതിർപ്പുകളെല്ലാം തനിക്ക് അനുകൂലമാക്കുന്നവന്റെ കുരുട്ടുബുദ്ധി. അവിടെ തോറ്റുപോകുന്നത് ഭരണകൂടവും
സത്യത്തിൽ ഭരണകൂടം എടുത്തു ചാടി കാണിച്ച ആവേശം രാഹുലിന് ഇന്ന് അവസരമായി മാറുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം കുറ്റവാളിയാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ നടത്തിയത്. ജാമ്യം കൊടുത്താൽ അയാൾ അതിജീവിതമാരെ വേട്ടയാടും, ഭീഷണിപ്പെടുത്തുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അയാളുടെ പിടിപാടുകൾ വലുതാണെന്നും കോടതിയിൽ പ്രോസിക്യൂഷൻ തെളിയിച്ചു. ഇത് വലിയ കുരുക്കായി രാഹുലിന്. പിന്നെ ഒന്നും കൂസാതെ നിയമത്തെ പോലും രാഹുൽ കൂസുന്നില്ല എന്ന് പ്രോസിക്യൂഷന്റെ വാദവും തിരിച്ചടിയുണ്ടാക്കി. ഈ ചിരിയിൽ പിണറായി വില്ലനും രാഹുൽ മാങ്കൂട്ടത്തിൽ ഹീറോയുമാകുന്നു. ആ പൊതുബോധം ജനങ്ങളിലേക്കുണ്ടാക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് 100 വട്ടം ആവർത്തിച്ചു പറയും, അല്ല 1000 തവണ പറയും. പക്ഷേ ജനം അയാൾക്കൊപ്പം ഇപ്പോഴും നിൽക്കുന്നു. ഭരണകൂടവും പോലീസും മാധ്യമങ്ങളും വട്ടം പിടിച്ചൊരുത്തനെ എന്തിനു വേട്ടയാടണം? ഇത് പിണറായി തിട്ടൂരമെന്ന് ചർച്ച പല കോണിലാണ് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സൈബർ ഗ്രൂപ്പ് പിണറായി വേട്ടയാടുന്നുവെന്ന് പോസ്റ്റ് ഇട്ട് തകർക്കുകയാണ്. പരാതിപ്പെട്ട സ്ത്രീകൾ പുണ്യാളത്തികളാണോ എന്നുള്ള രാഹുലിന്റെ ചോദ്യത്തിന് രാഹുൽ ആർമി ആ ചോദ്യം തീ കൊളുത്തി ആളി കത്തിക്കുന്നുണ്ട്. അതായത് ചുറ്റും വലിയ ഒരു എതിർപ്പ് നിന്നിട്ടും ആ എതിർപ്പുകളെ അവസരമാക്കി ആയുധമാക്കി മാറ്റണമെങ്കിൽ ചില്ലറ ബുദ്ധിയൊന്നും പോരല്ലോ. ആ ബുദ്ധിയാണ് ഈ ക്രിമിനൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്രിമിനൽ എന്ന് വിളിക്കുമ്പോൾ അത് ദഹിക്കാത്ത കുറെ ആൾക്കാരുണ്ടാകും. പക്ഷെ അയാളെ ഞാൻ ക്രിമിനൽ എന്ന് തന്നെ വിളിക്കും. ചില പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ. അതായത് വെറുപ്പിന്റെ അവസാനം ഇപ്പോൾ കുട്ടിശങ്കറിനോട് സ്നേഹം തോന്നുന്നുവെന്ന് രാഹുലിന്റെ ഫോട്ടോയൊക്കെ പങ്കുവെച്ചുകൊണ്ട് പല പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയയും അയാൾക്ക് അനുകൂലമായി മാറുന്നു. എതിർപ്പുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചില സൈബർ ഗ്രൂപ്പുകളിൽ നിന്നതാണ്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിർക്കുന്ന ഒരുപാട് പോസ്റ്റുകളുമുണ്ട്. അത് CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും VD സതീശന്റെ ഗ്രൂപ്പുകളിൽ കൂട്ടരുമൊക്കെയാണ് രാഹുലിനെതിരെ പോസ്റ്റുകൾ പങ്കുവെച്ച് രംഗത്തേക്ക് വരുന്നത്. വെറുപ്പിന്റെ അവസാനം രാഹുൽ മാങ്കൂട്ടത്തിലിനോട് സ്നേഹം തോന്നുന്നു എന്ന് പല പോസ്റ്റുകൾ പുറത്തേക്ക് വരുമ്പോഴും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മറ്റൊരു കോണിൽ ശക്തമാകുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അതായത് കളങ്കാവലിലെ മമ്മൂട്ടിയുടെ ആ ഒരു ചിരിയുണ്ടല്ലോ, അതേ ക്രിമിനൽ ചിരിയാണ് അവൻ പുറത്തെടുക്കുന്നതെന്ന്, അവന്റെ ഉള്ളിൽ ഒരു പക്ക ക്രിമിനൽ ഉണ്ട് എന്നും പല കോണിൽ നിന്ന് പോസ്റ്റുകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. ഒരു 17-കാരിയെ ട്യൂഷൻ പഠിക്കാൻ വന്ന 17-കാരിയെ പീഡിപ്പിച്ചവന്റെ ആ ചിരി, മറ്റൊരു 17-കാരിയെ വേട്ടയാടി പീഡിപ്പിച്ചതിന്റെ ചിരി, അങ്ങനെ പല കഥകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. എന്നാൽ അതിനെ എല്ലാത്തിനെയും ജനങ്ങൾ തള്ളിക്കളയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ഒരു സ്റ്റേറ്റും മാധ്യമങ്ങളും അയാളെ ഇങ്ങനെ ഇട്ട് വേട്ടയാടുന്നതിലൂടെ ഞങ്ങൾക്ക് എന്താണ് മനസ്സിലാകേണ്ടത് എന്നുള്ള ചോദ്യം എല്ലാവരും ഉയർത്തുന്നു. അതാണ് ഈ ക്രിമിനൽ ആയുധമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിർക്കുന്നവരെല്ലാം അയാളെ വേട്ടയാടുന്നു എന്നുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ സമൂഹത്തിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. മാധ്യമങ്ങളെ വലിയ രീതിയിലാണ് ജനങ്ങൾ തോട്ടിലെറിയുന്നത്. എന്തിനാണ് മാധ്യമങ്ങൾ ഇയാളെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്നുള്ള ചോദ്യം വരുന്നു. കോടതി വളപ്പിൽ നിന്ന് രാഹുലിനെ പുറത്തേക്കൊക്കെ ഇറക്കുമ്പോൾ മാധ്യമങ്ങൾ വളഞ്ഞു നിന്ന് അയാൾക്കെതിരെ കമന്റ് അടിക്കുകയാണ്. ഇതാണോ ഭരണഘടനയുടെ 4-ാം തൂണ് കാണിക്കേണ്ട പ്രവൃത്തിയെന്ന് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവിടുത്തെ മാധ്യമങ്ങളും കുടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ജനങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇയാൾക്കെതിരെ കാണിക്കുന്ന ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ പറയാതെ നിവർത്തിയില്ല. മാധ്യമങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രവൃത്തി, ഈ മാധ്യമങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ അയാൾക്ക് വലിയ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് ഇനിയെങ്കിലും മാധ്യമ പൊട്ടന്മാരൊന്നും മനസ്സിലാക്കണം. അയാൾക്കെതിരെ നിങ്ങൾ പറയുന്ന വാക്കുകൾ, അയാൾക്കെതിരെ നിങ്ങൾ നടത്തുന്ന കമന്റടികൾ, നീ എന്താടാ പേടിക്കാത്തത്, നീ തല താഴ്ത്തടാ, പിണറായി വിജയൻ ഇവിടെ ഉണ്ടടാ എന്നൊക്കെയുള്ള ഈ കമന്റടികൾ അയാൾക്ക് വീണ്ടും ഉയർന്നു വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്ന് ഇനിയെങ്കിലും ഇവിടെ ഉള്ളവർ ഒന്ന് മനസ്സിലാക്കണം. അയാൾ തെറ്റുകാരനാണെങ്കിൽ, അയാൾ ഒരു പോക്സോ കേസിലെ പ്രതിയാണെങ്കിൽ, പ്രതി ചേർക്കപ്പെടേണ്ടവനാണെങ്കിൽ അയാളെ നിയമത്തിന് മുൻപിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അയാളെ വേട്ടയാടുന്നു എന്നുള്ള ഒരു ചിത്രം ഉണ്ടാക്കി കൊടുത്താൽ അത് ജനങ്ങൾക്കിടയിൽ അയാൾക്ക് വലിയൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 3ാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത്. രാഹുൽ ഉന്നയിച്ച വാദങ്ങളെല്ലാം കോടതി തള്ളി. 3 ദിവസത്തെ SIT കസ്റ്റഡി കാലയളവിൽ രാഹുലിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നടക്കം നിർണായക വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് സൂചന. ഇത് കോടതിയെ അന്വേഷണ സംഘം ധരിപ്പിച്ചിരുന്നു. നിരന്തരം രാഹുലിനെതിരെ പീഡന പരാതികൾ ഉയരുന്നുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം മുഖവിലക്കെടുത്ത കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. രഹസ്യമായി മൊഴി രേഖപ്പെടുത്തണമെന്ന അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. തെളിവെടുപ്പിനോടും ചോദ്യം ചെയ്യലിനോടും രാഹുൽ സഹകരിക്കുന്നില്ല എന്ന് പോലീസ് കോടതിയെ അറിയിച്ചു.
ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താൻ പാസ്വേഡുകൾ നൽകാൻ പ്രതി തയ്യാറായിട്ടില്ല എന്നും അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടി. നേരത്തെ 2 സമാന കേസുകളിൽ രാഹുലിന് കോടതിയിൽ നിന്ന് ആശ്വാസം ലഭിച്ചിരുന്നു. ഒന്നാം കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടയുകയും 2ാം കേസിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി 3ാം പരാതി ഉയർന്നു വന്നതും രാത്രിയിൽ തന്നെ പാലക്കാട്ടെ ഹോട്ടലിൽ വെച്ച് രാഹുൽ അറസ്റ്റിലായതും. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചുവെങ്കിലും അതിജീവിതയുടെ രഹസ്യ മൊഴിയെടുക്കുകയും പ്രാഥമിക തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ജാമ്യം നൽകാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട രാഹുലിന് ഈ കോടതി വിധി വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനിടെ രജിത പുളിക്കലിന് കോടതിയിൽ നിന്നും ആശ്വാസം കിട്ടിയിട്ടുണ്ട്. രജിത പുളിക്കലിനെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കോടതിയിൽ അവരുടെ അഭിഭാഷകനും സന്നിഹിതനായിരുന്നു. പ്രാഥമിക നടപടികൾക്ക് ശേഷം കോടതി രജിതയെ സ്വന്തം അഭിഭാഷകനോടൊപ്പം വിട്ടയച്ചു. എന്നാൽ കേസിന്റെ തുടർ നടപടികൾക്കായി ഓപ്പൺ കോടതിയിൽ ഹാജരാകാൻ കോടതി അവരോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ 3ാമത്തെ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ചതിനും ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിനുമാണ് മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കലിനെ അറസ്റ്റിലായത്. പത്തനംതിട്ട സൈബർ പോലീസാണ് രഞ്ജിതയെ അറസ്റ്റ് ചെയ്തത്. കോട്ടയത്ത് ബന്ധുവീട്ടിൽ ഒളിവിലായിരുന്ന ഇവരെ അവിടെ വെച്ചാണ് പോലീസ് പിടികൂടിയത്. അതിജീവിതയുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിനെ സമീപിച്ച അതിജീവിതയുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തി രഞ്ജിത പുളിക്കൽ രംഗത്ത് വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ രഞ്ജിത പുളിക്കലിന് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഈ കേസിൽ രഞ്ജിത 1ാം പ്രതിയായിരുന്നു. കോൺഗ്രസ് അനുകൂലിയായ അഭിഭാഷക ദീപ ജോസഫ് ആയിരുന്നു ഈ കേസിലെ 2ാം പ്രതി. ദീപ ജോസഫ് എന്ന് പേരുള്ള മറ്റൊരു അക്കൗണ്ട് ഉടമ 3ാം പ്രതിയും സന്ദീപ് വാര്യർ 4ഉം രാഹുൽ ഈശ്വർ 5ഉം പ്രതികളായിരുന്നു കേസിൽ. പാലക്കാട് സ്വദേശിയായ വ്ളോഗർ ആയിരുന്നു 6ാം പ്രതി. രാഹുലിനെതിരെ 3ാം ബലാത്സംഗ പരാതി ഉയർന്നതോടെയായിരുന്നു അതിജീവിതയെ അധിക്ഷേപിച്ച് രഞ്ജിത പുളിക്കൽ വീണ്ടും രംഗത്ത് വന്നത്. അതിജീവിതയുടെ ഐഡന്റിറ്റിയും ഇവർ വെളിപ്പെടുത്തിയിരുന്നു. അതിജീവിത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർക്കെതിരെ കേസെടുത്തത്. എന്തായാലും ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസമാണ് രഞ്ജിതയ്ക്കും കിട്ടിയിരിക്കുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ജയിലിലായിരിക്കുകയാണ്. ഇനി ഹൈക്കോടതിയിലാണ് ഇയാൾ ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. എന്നാൽ അവിടെയും പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം ക്രിമിനലാണ് എന്നുള്ള കാര്യവും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ എടുത്തിടുമ്പോൾ ഹൈക്കോടതിയും അത് മുഖവിലക്കെടുത്താൽ രാഹുലിന് വീണ്ടും തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത്. പക്ഷേ എന്തായാലും രാഹുലിന്റെ ഈ ചിരിയാണ് എല്ലാവരെയും വെറി പിടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.